ഒരു കാലത്ത് മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു മീര ജാസ്മിൻ. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും തിളങ്ങി നിന്ന നടിയായിരുന്നു മീര. വളരെ ചെറിയ സമയം കൊണ്ടാണ് മീര സിനിമാ ലോകത്ത് തന്നെ സ്ഥാനം ഉറപ്പിച്ചത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം മീര സിനിമാ രംഗം വിട്ടു. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം മീര തിരിച്ചെത്തിയെങ്കിലും വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ മീരയ്ക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കും മീരയ്ക്ക് പിന്തുണ നഷ്ടപ്പെടാൻ കാരണം? നമുക്ക് പരിശോധിക്കാം. മണ്ണിന്റെ മണമുള്ള കഥകൾ എഴുതിയ ലോകിതദാസ് എന്ന അനുഗ്രഹീത കലാകാരനാണ് മീരയെ സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സമ്മാനിച്ചത്. അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാതെ സിനിമയിലേക്ക് വന്ന മീര ജാസ്മിൻ പിന്നീട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. അഭിനയ ജീവിതത്തിന്റെ ചുരുങ്ങിയ കാലങ്ങൾക്കിടയിൽ അവാർഡുകളുടെ പെരുമഴക്കാലം തന്നെ മീരയ്ക്കുണ്ടായി. TV ചന്ദ്രന്റെ പാടം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിനായിരുന്നു ദേശീയ അവാർഡ് ലഭിച്ചത്. ഗ്രാമഫോൺ, സ്വപ്നക്കൂട്, രസതന്ത്രം, അച്ചുവിന്റെ അമ്മ, കസ്തൂരിമാൻ തുടങ്ങിയ ഹിറ്റ് സിനിമകളിലൂടെ മീര ജാസ്മിൻ മലയാളികളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ നിർമ്മാതാക്കളും സംവിധായകരും മീരയുടെ ഡേറ്റിനായി കാത്തുകെട്ടി നിന്നു. മാധവൻ, വിശാൽ, വിജയ്, അജിത്ത് അങ്ങനെ എല്ലാ സൂപ്പർ താരങ്ങളോടൊപ്പം മീര അഭിനയിച്ചു. സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറഞ്ഞാടിയ ആദ്യ മലയാള നടിയെന്ന് മീര ജാസ്മിനെ വിശേഷിപ്പിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് പോലും മീര ജാസ്മിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംസ്കാര സമ്പന്നയും ഇരുത്തം വന്ന നടിയുമായിട്ടാണ് നമ്മൾ മീരയെ കണ്ടിരുന്നത്. അമ്മ സംഘടന നിർമ്മിച്ച സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് അവർക്കെതിരെ അപ്രഖ്യാപിത വിലക്കുമുണ്ടായിരുന്നു. ആ വിലക്കിന് മീര പുല്ലുവില പോലും കൽപ്പിച്ചില്ല. കാരണം ആ സമയത്ത് അവർ മറ്റു സംസ്ഥാനങ്ങളിലെ സിനിമകളിൽ കത്തിജ്വലിച്ചു നിൽക്കുകയായിരുന്നു. പിന്നീടൊരിക്കൽ പാടം ഒന്ന് ഒരു വിലാപത്തിന്റെ ഷൂട്ടിങ്ങിനിടെ തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അവർ കയർ തൊഴുതത് വിവാദമായി മാറി. ഒടുവിൽ ശുദ്ധികലശത്തിനായി 10,000 രൂപ കൊടുത്ത് പ്രശ്നം പരിഹരിച്ചു. സിനിമകളിലൂടെ പ്രശസ്തിയും പണവും ഒക്കെ വന്നു ചേർന്നപ്പോൾ അവരുടെ സ്വഭാവത്തിനും പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. മീര ജാസ്മിന് മോശപ്പെട്ട ചില സ്വഭാവ രീതികളും മറ്റൊരു മുഖവുമുണ്ടെന്ന് ആദ്യമായി പുറംലോകത്തിൽ വിളിച്ചു പറഞ്ഞത് സംവിധായകൻ കമലാണ്. കമലിന്റെ നിരവധി ചിത്രത്തിൽ മീര ജാസ്മിൻ അഭിനയിച്ചിട്ടുണ്ട്. ഗ്രാമഫോൺ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ആദ്യ നാളുകളിൽ മീര നല്ല രീതിയിലാണ് പെരുമാറിയതെന്നും എന്നാൽ വൈകാതെ സ്വഭാവം മാറിയെന്നും കമൽ പറഞ്ഞു. സെറ്റിലുള്ള മെമ്പേഴ്സിനോടും മറ്റുള്ളവരോടും വളരെ ക്രൂരമായിട്ടാണ് അവർ പെരുമാറിയത്. വസ്ത്രാലങ്കാരത്തിൽ പുരസ്കാരം നേടിയ സതീഷ് എന്ന കലാകാരനോട് വസ്ത്രങ്ങൾ വാങ്ങിയ സെറ്റിൽ വലിച്ചു കീറി അദ്ദേഹത്തോട് ആക്രോശിച്ചതൊക്കെ കലാകാരന്മാർ അത്ഭുതത്തോടെയാണ് കണ്ടത്. മീര നന്നായി അഭിനയിക്കും എന്നതുകൊണ്ട് മാത്രമാണ് താൻ അതൊക്കെ സഹിച്ചതെന്ന് കമൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ അവരെ ഉപദേശിക്കുകയും ക്ഷമ പറയിപ്പിക്കുകയും ചെയ്തതായും കമൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നീട് ശത്രുവിനെ പോലെയാണ് മീര കമലിനോട് പെരുമാറിയത്. സെറ്റിൽ വൈകി വരിക, പറയാതെ ഇറങ്ങിപ്പോകുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നു. കമലിന്റെ ഈ തുറന്നു പറച്ചിൽ സിനിമയിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ജോൺ ബ്രിട്ടാസുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം മീരയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് പിന്നിൽ ഹിഡൻ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞാണ് മീര പ്രതികരിച്ചത്. ചെയ്ത കാര്യങ്ങളിൽ തനിക്ക് തീരെ കുറ്റബോധം തോന്നുന്നില്ല എന്നും മീര പറഞ്ഞു. പാട്ടിന്റെ പാലാടി എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് മീര യാതൊരു മുന്നറിയിപ്പില്ലാതെ ഇറങ്ങിപ്പോയി. ഇതെല്ലാം കൊണ്ടാണ് മീരയുടെ രണ്ടാം വരവ് അത്ര കണ്ട് ശോഭിക്കാതെ പോയത്.